എല്ലാവർക്കും അമാനന്ദി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെരമ്പാറൊക്കെ വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിൻ്റെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീട്ടിനകത്തേക്ക് കയറിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെടികൾ, അതുപോലെ തന്നെ നമുക്ക് കുറേ പഴത്തിൻ്റെ മരങ്ങളും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ പറഞ്ഞാൽ ഒരു റോസ് കളറുള്ള ഒരു ചാമ്പക്കയാണ്. നല്ല ടേസ്റ്റാണ്, പഴുത്ത നല്ല മധുരമുള്ള നല്ലൊരു മരമാണ്. ഇതിപ്പോൾ ഇപ്രാവശ്യം എല്ലാം കഴിഞ്ഞ് ഇനി ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ചാമ്പക്കയത്. പിന്നെ അതുപോലെ തന്നെ മൾബറി, ഇഷ്ടംപോലെ മൾബറിക്കാര് പറിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ആയി വരണം, രണ്ടാമത് ഇതൊക്കെ ആയി വരണം. ഇതല്ല ഇപ്പോൾ നല്ല മൂത്തതിലുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയി. ഇവിടെ ഒന്നുണ്ട്, ഇതുണ്ടോ? കണ്ടേ ഒരുപാട് നിറച്ചും മൾബറി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അത് ചെറുതെല്ലാം ആയി വരുന്നുണ്ട്. രണ്ടാമത് ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടാവും, ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലപോലെ കായ്ച്ചിട്ടാകുമ്പോൾ ഇതൊക്കെ പിടിക്കാം. പിന്നെ ചെറിയ പ്ലാവാണ് ഇത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഴയ ഉണ്ടായത് നല്ല ഇതുണ്ടാ ചക്കെല്ലാം പറിച്ച് ചെയ്തിട്ടോ. ഇതൊക്കെ പറിച്ച് പിന്നെ നമുക്ക് കാന്താരി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല കാന്താരിയിലുണ്ടാവും. ചെറിയ കാന്താരി, അതൊക്കെ വലുത്. ഇതുണ്ടാ കാന്താരി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കാന്താരി. ഇതൊക്കെ നല്ല വലിപ്പം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ വലിപ്പം പച്ചമുളകിൻ്റെ വലിപ്പം തോന്നുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് നല്ല കാന്താരി, നല്ല പഴുത്ത കാന്താരി ഉണ്ടാവും. പഴുത്ത കാന്താരി ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ ഒരു കുറേ സാധനങ്ങളുണ്ട്. ഇതേപോലെ നമ്മുടെ ഈ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞാൽ ബിരിയാണി വെക്കുന്ന സമയത്ത്, നെച്ചോറും വരുന്ന സമയത്ത് നല്ല സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മല്ലിച്ചപ്പൽ ഇടുന്നതിന് ബദൽ ഇടുന്നൊരു സാധനമായിരുന്നു. നല്ല സ്മെല്ലാണ്. അത് നമുക്ക് ഒരുപാട് കുറച്ച് പറമ്പുണ്ട്. അതിൽ ഒരുപാട് നമുക്ക് ചെറിയ പഴങ്ങളുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ തെങ്ങും അതുപോലെ മാവും ഇതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങോട്ടോ ഇത് കണ്ട നമ്മളെ മുട്ടപ്പഴമാണ്. മുട്ടപ്പഴം കണ്ടതാ, നല്ല മുട്ടപ്പഴം അങ്ങനെ പഴുത്തിട്ടുണ്ട്. അതുപോലെ കുറേ ഉണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് പറിച്ചതാണ്. അതിൻ്റെ ചെറിയ ആയി വരുന്നുണ്ടോ, ചെറുത് കണ്ടോ. ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇതൊക്കെ അപ്പുറം ഉണ്ട്. ഇതൊക്കെ കുറച്ച് സാധനം ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. മുട്ടപ്പഴം ഉണ്ട്. ഇതൊക്കെ നല്ല ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റ് സാധനം. പിന്നെ ഇതുപോലെ പൂവ, ഇത് മൊത്തം പൂവയാണ്. കൂവുണ്ട്, ചേമ്പുണ്ട്, ഇതൊക്കെ കൂവയാണ്. പിന്നെ വള്ളി, നമുക്കെന്ന് പറഞ്ഞാൽ കുരുമുളക് വള്ളി, കുരുമുളക് ഉണ്ടാകുന്നതാണ്. ഇത് 500 ആ സൈസ് ഇതാന്ന് തോന്നുന്നത്. നല്ല വലിപ്പമുള്ള കുരുമുളകാണ്. ഇതായി വരുന്നുണ്ട്. മേലോട്ടുള്ള ഇത് മഴയായതുകൊണ്ട് കുറേ പൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ചെറിയ സൈസുള്ള ഒരു കാന്താരിയാണ്. ഇതുണ്ടോ, ഇതൊക്കെ കഴിഞ്ഞു പോയി മഴയായതുകൊണ്ട്. ഇവിടുന്നെല്ലാം ഇങ്ങനെ. പിന്നെ പക്ഷിയും കുറേ കൊത്തിക്കൊണ്ടുപോകും, പക്ഷിയും കഴിക്കും. പിന്നെ ചേന ചെറുതായിട്ട്. പിന്നെ ഇതാണ്ടോ അതിൻ്റെ തന്നെ വേറൊരു ചെറിയ തയ്യാണ് മുളകിൻ്റെ.
പഴുത്ത് കിടക്കുകയാണ്. പിന്നെ കാന്താരി മുളക് ഒരുപാടുണ്ട്, ഇതെല്ലാം പഴുത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ട് സപ്പോട്ട മരമാണ്. സപ്പോട്ട നല്ല ഒരു ആയി വരുന്നുണ്ട്. ഇതൊക്കെ നിറച്ചുണ്ട് സപ്പോട്ട. എന്ന് പറഞ്ഞാൽ കുറേ വാവൽ കടിച്ചു കൊണ്ടുപോകും. രാത്രി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമായിട്ട് അങ്ങനെ കിട്ടൂല. വൃത്തിയാക്കുന്നുണ്ട്. ആയി വരട്ടെ, നമുക്ക് പറിക്കുമ്പോൾ കാണിക്കാം. നമുക്ക് ഇപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഇതിനൊക്കെ ചെറിയൊരു തോടുണ്ട്. സ്ലാബ് ഇട്ടിട്ട് അതിലും കൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കുക. കുറച്ച് വാഴയും അങ്ങനെയുള്ള സാധനമൊക്കെയാണ്. കാര്യമായിട്ട് വാഴയാണ്. കപ്പളങ്ങാട് മഴ കൂടിയ സമയമായതുകൊണ്ട് ഒരുപാട് കാട് വൃത്തിയാക്കും ഇടയ്ക്കിടയ്ക്ക്. എന്നാലും പിന്നെയും നമ്മളെ കപ്പങ്ങ ഒരുപാട് കപ്പങ്ങൻ്റെ മരം ഉണ്ടായിരുന്നു. അതെല്ലാം കുറേലും പോയി. പിന്നെ ഇത് നേന്ത്രവാഴയാണ്. അതുപോലെ അപ്പുറത്ത് പൂവൻ, അങ്ങനെയുള്ള ഒരുപാട് വാഴകളുണ്ട്. കുറേ പിന്നെ കൊലയൊക്കെ എടുത്ത് കൊത്തിയുണ്ട്. ഉപ്പാൻ്റെ കരവിരുതാണ് വാഴയും ഇങ്ങനെയുള്ള സാധനമൊക്കെ. ചെറിയ കവുങ്ങ്. പിന്നെ ഇതല്ല വാഴയെല്ലാം പറഞ്ഞാൽ എല്ലാം ശരിയായി വരുന്നുണ്ട്. പിന്നെ കൊല ഒടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഞാലിപ്പൂവനാണ്. ഇവിടെ കൊല വാഴൻ്റെ മുകളിൽ ഒന്ന് കിടക്കുന്നുണ്ടാ. അപ്പം ഇതുപോലെ കാറ്റിന് എല്ലാം പറഞ്ഞു പോകും. പന്നി, ഭയങ്കര പന്നി, കാത്തു പന്നിയുണ്ട്. അതുകൊണ്ട് അതിന് വരാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതൊക്കെ. ഇത് കണ്ട, ഇതൊക്കെ ചെറിയൊരു തിളക്കം തോന്നുമല്ലോ. അപ്പോൾ കാറ്റിനിങ്ങനെ ആടുമ്പോൾ വരാതിരിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അവൻ അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതൊക്കെ ഇനി കുറേ ശരിയാക്കി എടുക്കാനുണ്ട്. ഇതിലിങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കെട്ടിയില്ല. അങ്ങോട്ട് പോകണ്ട. ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ മുമ്പ് കണ്ട ചെറിയ ഇത്രയേ ഉള്ളൂ വലിപ്പം. ഇതിലൊക്കെ കായ്ക്കുന്നുണ്ട്. ഇത് മംഗളടക്ക അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കുറച്ച് മണ്ണിലിടാനുണ്ട്. കാരണം ചെറിയ കുഴിയുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മണ്ണിലിട്ടെങ്കിൽ കുറച്ച് ക്ലിയർ ആവുള്ളൂ. ഇതുണ്ട ഒരു കൊല ഉണ്ട. ഇതുപോലെ എല്ലാം വലിയ വലിയ കൊലകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ കാണുന്നുണ്ട് പാഷൻ ഫ്രൂട്ട്.
ആയി വരുന്നുണ്ട്. ഇത് കറുപ്പാന്ന് പറയുന്ന മരം ഇത് നല്ല കറുപ്പല്ലേ, അതാണ് അതിൻ്റെ മുകളിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് നമുക്ക് നല്ല നല്ല കണ്ടോ കൊലയുണ്ടോ, പക്ഷി കൊത്തിയിട്ട് മൊത്തം തീർത്ത് എന്താ മൊത്തം അത് പക്ഷി മൊത്തം കൊത്തി തിന്ന്. ഇതുപോലെ കുറേ പഴങ്ങളിൽ ഇങ്ങനെ പോവും. മഴക്കാലത്ത് വെള്ളം കയറൂലേ ഇവിടെ? മഴയാകുമ്പോൾ ഇങ്ങോട്ട് വെള്ളം വരും, അതുകൊണ്ടാണ് കാര്യമായിട്ടും ചെയ്യാത്തത്. ഇത് കണ്ട കപ്പളങ്ങ ചെറിയ മരങ്ങൾ ഇതുപോലെ അവിടെ പിന്നെ നമ്മുടെ എന്താ പറയുക നേന്ത്രവാഴ ഉണ്ട, അത് നല്ല ഒരു വലിയ കൊലയെല്ലാം ഉണ്ടാകുന്ന ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെ എടുത്താണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു സ്ഥലം, അവിടെ നമ്മൾ വാഴ കൃഷി ചെയ്യുന്നത്. നമ്മളെ അടക്ക ഈ മഴയായതുകൊണ്ട് ഒരുപാട് സാധനം താഴോട്ട് വീണുപോയി. ചെറിയ ടൈപ്പ് ആയി വരുന്നേ ഉള്ളൂ. മറ്റേ മംഗള അടക്കയൊക്കെ ആണെങ്കിൽ വലിയ വലിപ്പം ഉണ്ടാവില്ല, അതൊന്നും ആയിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്താ ഈ മാവുണ്ടല്ലോ, ഇതിൻ്റെ പേര് കിളിച്ചുണ്ട മാവ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ഇതേപോലെ പൈനാപ്പിളിൻ്റെ തൈ, ഇഷ്ടം പോലെ പൈനാപ്പിൾ തൈ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള പൈനാപ്പിൾ ഉണ്ടാവും. ഇതൊക്കെ ചെറിയ ചെറിയ മരത്തിൽ തന്നെ കുഞ്ഞ് ഇതാ നല്ല രസമാണ്. എന്നിട്ട് നല്ല വലിപ്പമുള്ള ഇതാണ് നമ്മുടെ സപ്പോട്ട മരമാണ്. ഒരുപാടുണ്ട്, മേലെല്ലാം ഒരുപാടുണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും പറിച്ചിട്ട് ചില സമയത്ത് പറിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നല്ല മൂത്തത് എല്ലാം നല്ല മൂത്ത്